അതാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ് ഡോക്ടർ റാം എന്ന വ്യക്തിയെ പുറത്താക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുപരി അത് മാത്രമല്ല കുറേ അധികം ഇതുകളുമുണ്ട്. ഉണ്ട്. മാനേജ്മെന്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഒരു കാര്യത്തിന് പോലും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് ആക്സസ് ഇല്ല. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഇപ്പൊ പോലും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറ് സംസാരിച്ചിട്ട് പോലും മാനേജ്മെന്റ് 1 മണിക്കൂർ കൂടുതലായി മീറ്റിംഗ് ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു റെസ്പോൺസ് പോലും തന്നിട്ടില്ല. അവര് എന്തൊക്കെയോ നമുക്കറിയില്ല അവരെന്താണ് ആരാണ് ഒന്നും അറിയില്ല. ഇല്ല, അതെല്ലാം നമ്മള് മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുകയാണ്. നമുക്ക് അങ്ങനത്തെ ഈ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് റാം സാറിന്റെ എതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിന് പ്രതികരിച്ച് ആരും നിതിൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ഇന്നത് പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പേര് പോകണം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഉൾപ്പെടെ മണിക്കൂറുകൾ സമയമെടുത്ത് നമുക്കൊരു റിപ്ലൈ തിരിച്ചു കിട്ടാൻ. അതായത് നമ്മൾ അവിടെ പൊക്കോട്ടെ, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് അതിലൊരു ഇതില്ല, അവർ അവിടുത്തെ പാരൻസും നാട്ടുകാരും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടും അത് നമ്മൾ പ്രതികരിച്ചതിന് ശേഷമാണ് അവരെത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു മാനേജ്മെൻറ്റിന് നമുക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഈ എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് വരെ ഞങ്ങൾ ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, നമുക്ക് ഇന്ന് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ MD ഡോക്ടർ അദ്നാൻ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഉള്ള ആരെങ്കിലും അല്ല, നമുക്ക് ആ ഒരു പേര് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഇതുവരെയായിട്ട് ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? ഇന്ന് രാവിലെ ഇല്ല അതുവരെ ഞങ്ങൾക്ക് പ്രിൻസിപ്പൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് തന്നെ അറിയുന്നത്. മനസ്സിലായി? നമുക്കപ്പോൾ ഇതിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഒരാൾ വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിസിഷൻ വേണം. അതെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ സ്റ്റുഡൻസും അത് മാത്രമല്ല ഹൗസ് സർജൻസും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന നിതിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ചോദിച്ച സമയത്ത് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞത് മാനേജ്മെന്റ് പ്രതിനിധിയാണോ അധ്യാപകർ പ്രതിനിധിയാണോ? അധ്യാപകരല്ല, അധ്യാപകർ എപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അധ്യാപകർക്ക് പോലും അറിയില്ല മാനേജ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ മാനേജ്മെന്റിൽ നിന്നുള്ള പ്രതികരണമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ അറ്റ് യുവർ ഓൺ റിസ്ക് പോയിട്ട് വരണം. അവിടുത്തെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. റാമിനെ പുറത്താക്കിയതിന് ശേഷം നടപടി എന്തായിരിക്കും നിങ്ങളത്? ആ ഒറ്റ വിഷയത്തിൽ ഇവർ തീരുമാനമെടുത്തു. അല്ല, അത് കുറച്ചും കൂടി വേറെ കുറേ കാര്യങ്ങൾ കോളേജിൻ്റെ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാവണം. ആദ്യം നോക്കും, എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരു വിഷയമാണ്. ഇല്ല, പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്. പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. ഇല്ല, കൊടുത്തിട്ടില്ല. ഈ നിതിന്റെ ഇൻസിഡന്റ് മാത്രം ഇപ്പം നമ്മൾ കംപ്ലൈന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ഇന്നലെ എല്ലാവരും പ്രതികരിച്ചത്. ഈ 3 മാസമല്ല, ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേർ വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുള്ള കാര്യം തന്നെയാണ്. അല്ല, അതിങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മാനേജ്മെന്റ് അധ്യാപകരുണ്ട്. അപ്പോൾ അത് മാനേജ്മെൻറ്റായി സംസാരിച്ച് അവർ നമുക്കൊരു ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുകയുള്ളൂ. ഇല്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നവരെ നമ്മൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം, ഞങ്ങൾ ശ്രമിച്ചു 4 ദിവസമായിട്ട് മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു.
സ്റ്റാഫും എല്ലാവരും മാനേജ്മെന്റ് കോൺടാക്ട് ചെയ്യാനായിട്ട്. ആ 4 ദിവസമായിട്ടും ഇവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ വിചാരിച്ചാലെങ്കിലും ഇന്ന് 3 മണിക്കുള്ളിൽ നിതിന്റെ വീട്ടിൽ പോണ തടസ്സമല്ല. ഇല്ല, ഞങ്ങൾ പോകുന്നുണ്ട്. ഉണ്ട്. ഇന്ന് നമ്മൾ രാവിലെ ന്യൂസ് ചാനൽസിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മാനേജ്മെൻറ്റ് നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ആൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഞങ്ങളിത് ചോദിച്ചപ്പം ഇവിടുന്ന് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മാം പറഞ്ഞിട്ട് ആൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫോട്ടോ നമ്മൾ സംസാരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മീഡിയയ്ക്ക് മുന്നിൽ വരണേക്കാട്ടിലും മുന്നേ നമ്മളുടെ കരിയർ, നമ്മളുടെ ലൈഫ് വരെ ഇനി നമ്മൾ ഡെന്റിസ്റ്റ് ആയിട്ട് പോലും വർക്ക് ചെയ്യില്ല. സംസാരിക്കാൻ ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ മീഡിയയ്ക്ക് മുന്നിൽ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ആളെ വെച്ച് നിരീക്ഷിക്കാനല്ലാതെ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എൻ്റെ പാരൻസ് ഇന്നലെ ഞാൻ മീഡിയയിൽ എൻ്റെ മുഖം കണ്ടിട്ട് ടെൻഷനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് അടുത്ത ട്രെയിനിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള കൺസേൺസ് ഉണ്ട്, ഞങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള കൺസേൺസ് ഉണ്ട്. എത്ര ന്യൂസ് ചാനൽസ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ കോളേജ് ഞങ്ങളെ നിരീക്ഷിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കുറേ കോളുകൾ ഇന്ന് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് WHO റെപ്രസെൻറ്റേറ്റീവ് വരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സേഫ്റ്റി കൺസേൺസ് കണ്ടിട്ട്. നമുക്കതറിയില്ലായിരുന്നു. ഇന്ന് രാവിലെ ന്യൂസ് ചാനൽസിൽ നിന്ന് വിളിച്ച് നമുക്ക് ഇങ്ങനെ സേഫ്റ്റി കൺസേൺസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിവിടെ വന്ന് ചോദിച്ചത്. സ്റ്റാഫ് അല്ല, ജോലി ചെയ്യുന്ന ആളാണ്. അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ കോളേജ് തന്നെയാണ് പറഞ്ഞിട്ടാണ് ഫോട്ടോസ് എടുത്തതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റും ചെയ്തു. അത് 2-3 പേരുണ്ട്, 3-4 പേരെങ്ങാണ്ടാണ് വീഡിയോസ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ എടുക്കാനായിട്ട്. അതെ അതെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട് അവര്. അതെ ഇന്ന് തന്നെ മാനേജ്മെന്റ് ഇവിടെ വരണം, ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാൾ ഇവിടെ വരണം. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു താങ്ക് യു. ഓഡിയോ ഉണ്ടോ ചേച്ചി? അത് എൻ്റെ പേര് ആഷിഖ് നാരായണൻ. ഞാനിവിടെ 2019 ബാച്ചിൽ വന്നത്. ഇപ്പോൾ ഇവിടെ ഫൈനൽ ഇയർ പാർട്ട് 1 അപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾ എന്നെ ക്ലാസ്സിലിരുത്തും. ഇയാൾ ക്ലാസ്സിലിരുത്തിയിട്ട് ഡോക്ടർ റാം ഇയാൾ ക്ലാസ്സിലിരുത്തിയിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് മറ്റേ ഒരു എന്താ ഇതാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി മൊത്തം രാമായണം പറയലാന്ന് ഇയാളുടെ പരിപാടി. അപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എന്നെ ഇങ്ങനെ ക്ലാസ്സിൽ എണീപ്പിച്ചിരുത്തിയിട്ട് എന്നെ ഫ്രണ്ടിൽ വരാൻ പറയും. നമ്മൾ ഫ്രണ്ട് റോയില ആമ്പിളർ ഇരിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ടൊരു ബെഗറിൻ്റെ ലുക്കില്ലേ, ഇവനെ കണ്ടിട്ടൊരു കോളനി ബെഗറിൻ്റെ ലുക്കില്ലേ. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറയും ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവന് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ഇരുത്തും. മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ കാണിക്കാം. എൻ്റെ കൂടെയുള്ളവരൊക്കെ, അതായത് എൻ്റെ കൂടെ ഒന്ന് പഠിച്ചവർക്കൊക്കെ ഇതറിയാം. എന്നിട്ട് അവസാനം ഇതൊക്കെ കേട്ട് അവസാനം ഫസ്റ്റ് ഇയർ എങ്ങനെ ലോ നീക്കി കഴിഞ്ഞു. പിന്നെ തേർഡ് ഇയർ എത്തിയപ്പോൾ പിന്നെയും ഇവനെനിക്കറിയാം ഇവൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കയറിയ 5 മിനിറ്റ് കയറിയ പാടി ഇയാൾ എന്നെ എണീപ്പിച്ചിട്ട് നീ പോയിക്കോ, നീ ഗെറ്റ് ഔട്ട് ആയിക്കോന്നു പറഞ്ഞു. ഇത് കേട്ട് മടുത്തിട്ട് പിന്നെ ഞാനും പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അവസാനം എൻ്റെ അറ്റൻഡൻസ് അങ്ങനെ കുറേ കുറഞ്ഞു. എനിക്ക് പിന്നെ കയറാനേ മടിയായി. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അറ്റൻഡൻസ് നീക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറുമ്പോഴത്തേക്ക് ഇയാൾ അതിനും തരില്ല അറ്റൻഡൻസ്. അവസാനം അറ്റൻഡൻസ് ഷോർട്ടായിട്ട് ഞാൻ മൊത്തം ഇരുന്ന് അറ്റൻഡൻസ് ഒരാഴ്ച മൊത്തം 9 to 5 ഇരുന്ന് ഞാൻ എന്താ പറയുക തിങ്കൾ മുതൽ ശനി വരെ ഇരുന്നിട്ട് അറ്റൻഡൻസ് എങ്ങനെയല്ലോ ക്ലിയർ ആക്കിയിട്ട് വൈവ കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വൈവ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ പറയും നീ വൈവ കൊടുക്കണ്ട, എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസ് ഒന്നും അത്ര ശരിയല്ല, നീ വൈവ കൊടുക്കണ്ട, നീ പ്രാവശ്യം എഴുതണ്ട, നീ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്നില്ല എന്ന് നീ പറയണം തേർഡ് ഇയർ എക്സാം. ഇല്ലെങ്കിൽ നീ അഥവാ എഴുതുവാണെങ്കിൽ ഞാൻ നിന്നെ പ്രാക്ടിക്കൽ പൊട്ടിക്കും. നീ പ്രാക്ടിക്കൽ ഇപ്പം മാത്രമല്ല പിന്നെ അങ്ങോട്ടും പൊട്ടിക്കും. പകരം നീ ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് അടുത്ത പ്രാവശ്യം നീ വന്നിട്ട് എഴുതുകയാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുക, പാസ് ചെയ്യാം. ഇത് എന്ത് രസമാണെന്ന് എനിക്കറിയില്ല. ഇയാൾക്ക് എന്ത് സന്തോഷം ഇത് ചെയ്തിട്ട് കിട്ടും. എന്തൊക്കെ ഗെയിം ആയതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ അങ്ങനെ എഴുതി. ഇത് ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് എനിക്ക് തന്ന അന്നത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസും കാരണമാണ് എന്നെ എഴുതിക്കാത്തതെന്ന്.
അതായത് അല്ലാതെ എൻ്റെ വർക്കോ അങ്ങനെയൊന്നല്ല, എന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അവസാനം അങ്ങനെ ഈ ബാക്കായി 6 മാസം ബാക്കായിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ഓരോ വൈവ് ഇങ്ങനെ കൊടുത്ത് അവസാനം ഞാൻ എഴുതിയപ്പോഴത്തേക്ക് പ്രാക്ടിക്കലിനും പോയി, പ്രാക്ടിക്കലിന് കയറി, പ്രാക്ടിക്കൽ എക്സ്റ്റേണൽ വൈവ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഇയാൾ പിന്നെ എന്നെ സൈഡോട്ട് വിളിച്ച് കയറ്റി. ഇയാൾ സൈഡോട്ട് വിളിച്ച് കയറ്റിയിട്ട് മറ്റേ സ്റ്റാഫ് റൂമിൻ്റെ സൈഡിലത്തെ റൂമിൽ സ്റ്റാഫ് സെൽ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ അന്നേരം എക്സാം എഴുതാൻ വന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ നിർത്തിയിട്ട് നീങ്ങുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ മുടി കെട്ടി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. മുടി കെട്ടി വെച്ചിട്ട് പോയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അയാളുടെ ഫോൺ അയാൾ എൻ്റെ ഫോൺ എടുപ്പിച്ചു. എൻ്റെ ഫോൺ വിളിച്ച് നീ പണ്ടൊരു ഹോളിവുഡ് സിനിമ കണ്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോക്കലിപ്റ്റോ എന്ന് പറയുന്ന സിനിമ എടുത്തിട്ട് അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിനെ കാണിച്ചിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ ഈ ആദിവാസി ചെക്കനെ പോലെയുണ്ട്, നിന്നെ കാണാൻ ഈ ആദിവാസി ക്യാരക്ടറിനെ പോലെയുണ്ട്, നീ ട്രൈബൽ ലുക്ക് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കന്ന് തീരെ പറ്റിയില്ല. പിന്നെ അവസാനം ഞാൻ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ്റ്റേണൽ വൈവ നിൻ്റെ റീവൈവ നടത്തുമെന്ന് പറഞ്ഞു. അതായത് നീ ഇപ്പം മിണ്ടിയാലിപ്പോൾ റീവൈവ നടത്തും, ഇല്ലെങ്കിൽ 10 ചോദ്യം അധികം ചോദിപ്പിക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ചിരിച്ചേ പറ്റൂ, അവർ ചിരിച്ചിട്ടില്ലെങ്കിൽ അവരടുത്ത ടാർഗറ്റായി മാറും. പിന്നെ അതിനെക്കാട്ടി നല്ലത് അന്നേരം ഞാനങ്ങ് ചിരിച്ച് തള്ളി വിട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇത് പണ്ടാരം തീർന്നു കിട്ടിയാൽ മതിയായി. ഭാഗ്യത്തിന് പാസ്സായി. പിന്നെ ഇനി അയാളെ കാണേണ്ട ആവശ്യമില്ല. പരാതി പേടിച്ചോണ്ടൊന്നല്ല, ഇതിന് മുന്നേ 2017 പഠിച്ചൊരു ഏച്ചിയുണ്ട്. ഈ ഏച്ചിൻ്റെ ഫാദറിൻ്റെ കൂടെ കറങ്ങാൻ പോയപ്പോഴത്തേക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലത്തെ സ്റ്റാഫ് കണ്ടിട്ട് ഈ ചേച്ചിനെ മറ്റേ ഇങ്ങനെ കളിയാക്കാൻ നിന്നൊരാളെ കൂടെ കണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞല്ല എൻ്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് ചേച്ചി തിരിച്ചു പറഞ്ഞു, നിനക്ക് ഇത്രക്കും തണ്ടായോ എന്ന് പറഞ്ഞിട്ട് ആ ഏച്ചീനെ മറ്റേ എന്താ പറയുക 2.5 കൊല്ലം ഇരുത്തിച്ച്. അതൊക്കെ നമ്മൾ കേട്ട് വരുന്നു. ആ പേടിയുണ്ട്. ഈ ഒരു ചെറുതായിട്ടൊന്ന് തിരിച്ചറിഞ്ഞതിന് 2.5 കൊല്ലം ഇരുത്തിക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒന്ന് പ്രതികരിച്ചാൽ പിന്നെ നമ്മൾ 2-3 കൊല്ലമൊക്കെ ഇരുന്നാൽ പിന്നെ കോഴ്സ് തീരണ്ടേ. 9 കൊല്ലത്തൊരു ലിമിറ്റും ഉണ്ട് കോഴ്സിന്. 9 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോർട്ട് കേസായി, പിന്നെ മറ്റേ മേഴ്സി ചാൻസ് ആയി. ഇതിന് മുന്നേ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണ്ടേ, സഹിച്ച് കടിച്ച് തീർക്കാന്നല്ലാണ്ട്. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പം സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഫസ്റ്റ് ഇയർ പറഞ്ഞില്ല ആ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഇയർ ഞാൻ കയറി ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വലി ഞാൻ റെപ്പായിരുന്നു. അപ്പോൾ ടാർഗറ്റ് ഫുൾ ടൈം ഞാൻ, എൻ്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവലുണ്ട്. മെയിനായിട്ട് വന്ന് ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തോനിവിടെ പേഷ്യൻ്റ് ഫ്ലോ ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ സീനിയേഴ്സിന് ചിലപ്പം പേഷ്യൻ്റായിട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനത്തെ എക്സാം കേസിനൊക്കെ പോകേണ്ട അവസരത്തിൽ ചിലപ്പം ക്ലാസ് കട്ട് ചെയ്തിട്ടായിരിക്കും വേണ്ട പോകേണ്ടി വരിക. പക്ഷേ സ്റ്റിൽ പെർമിഷൻ എടുത്തിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയാൽ തന്നെ അന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയത്. അത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ലൈക്ക് എൻ്റെ ഫ്രണ്ടിനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം എൻ്റെ പോക്കറ്റിൻ്റെ ചെറിയൊരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ചെറുതായിട്ട് വിട്ടതുകൊണ്ട് നീ പോക്കറ്റ് പിന്നെയും തുന്നിക്കോന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഫുള്ളായിട്ട് വലിച്ചു കയറി. അതൊക്കെ കുറച്ച് ഭയങ്കര ഹാരസ്മെൻ്റ് ആയി തോന്നി. അന്ന് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ബാക്കി ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ലൈക്ക് അത് പിന്നെ വിട്ടു. ആൻഡ് എൻ്റെ ഫ്രണ്ടിനെ അവൻ കുറച്ച് സൈസ് ഉള്ളത്. അപ്പോൾ അവൻ നിന്ന് കഴിഞ്ഞാൽ പിറകിലില്ല, ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വീക്കിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നെ പറഞ്ഞു, നിന്നെ കാണാൻ അഗ്ലിയാണ്, നിന്നെ കണ്ടാൽ തന്നെ വേറെ കുട്ടികളൊന്നും നിന്നെ നോക്കില്ല, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിനക്ക്, അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. അവളെൻ്റെ ഊങ്ങിയതാ, എൻ്റെ അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഒന്നല്ലെങ്കിൽ അടുത്ത ആളെ പേര് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും ഈ കാര്യത്തിൽ. ആൻഡ് റാം സാർ ഇതിൽ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു എൻ്റെ കുറേ ഇങ്ങനെ സ്റ്റാഫുണ്ട്, എല്ലാ സ്റ്റാഫിനും ഞാൻ പറയുന്നില്ല. ആൻഡ് കുറേ സ്റ്റാഫ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് റാം സാർ എന്ന് പറഞ്ഞാൽ ഗേൾസിനെയും ബോയ്സിനെയും ഒരു വേദനയും ഇല്ലാണ്ട് ഫിസിക്കലി, മെൻ്റലി, ഫൈനാൻഷ്യലി അടക്കം ഇവിടെ ട്രോമറ്റൈസ്ഡ് ആക്കുന്ന സ്റ്റാഫ് കൂടി ഉണ്ട്. ഇപ്പോൾ തന്നെ കുറേ സ്റ്റാഫിലൊക്കെ പണിഷ്മെൻ്റ് ആയിട്ട് 20,000 ബുക്ക് വാങ്ങിപ്പിക്കുക, പിന്നെ 2000 പേജിലെ ബുക്കൊക്കെ എഴുതിക്കുക. നമുക്ക് വേറെ പണിഷ്മെൻറ്റ് ചെറിയ കാര്യങ്ങളൊന്നും കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേർ അങ്ങ് ഡൗണായി പോവുകയാണ്, ഒന്നും ചെയ്യാനില്ല ആർക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിനി മേലേക്ക് ഇയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പേടി കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ 2015 മുതലുള്ള ബാച്ച് ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത്രയും ബാക്കൗട്ടാക്കി, ഈ സ്റ്റാഫ് കാരണമൊക്കെ ബാക്കൗട്ട് ആക്കിയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് അറിയുന്നതുകൊണ്ട് ആരും ഒന്നും മിണ്ടാത്തതാണ് ഈ കാര്യത്തിൽ. എൻ്റെ പേര് ആൽബിൻ. ഞാൻ ഇവിടെ 24 ബാച്ചിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. പിന്നെ ഈ ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിച്ചായിട്ട് പിള്ളേർ പറയുന്നില്ലേ, അത് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ക്ലാസ്മേറ്റ്, ഞാൻ അതിന് സാക്ഷിയാണ്. അതായത് ഞാൻ ഫ്രണ്ടിലിരിക്കുമ്പോഴത്തേക്ക്
എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിനെ അവർ അയാളുമായിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് ബ്ലാക്ക് പിഗ്. എൻ്റെ ഒരു മറ്റെന്താ പറയുക, ഒരു വേറെ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവൾ പെണ്ണാണ്. അവൾ ഈ ക്ലാസ്സിൽ എണീപ്പിച്ച് നിന്നിട്ട് യു ആർ ലുക്കിംഗ് ലൈക്ക് എ ബ്ലാക്ക് കൗ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ അവസാനം കരഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഇയാൾ പോയതിന് ശേഷം ഇയാളെ മുന്നിൽ നിന്ന് കരയാൻ വരെ ആ കുട്ടിക്ക് പേടിയാകും. കടിച്ച് പിടിച്ചിട്ട് ഇയാൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ പെണ്ണിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ പെണ്ണ് പിന്നെ ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? ഇയാൾ എന്നെ വിളിക്കും, ഓ യു ആർ ലുക്കിംഗ് സോ ബ്ലാക്ക് മാത്രമല്ല, ഒരു പോയിന്റിന് ശേഷം വെളുത്താൽ ഇയാൾ എൻ്റെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വേറൊരു ഫ്രണ്ടിനെ വൈറ്റ് കോക്രോച്ച് എന്ന് വിളിക്കും. ഒരു പരിധിക്ക് ശേഷം വെളുത്താൽ വൈറ്റ് കോക്രോച്ച്, ഒരു പരിധിക്ക് ശേഷം മെലിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻറ്റ്, എൻഡോസൾഫാൻ, ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. എനിക്കറിയില്ല.